സിനിമാ സോണിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. 10 വർഷത്തിന് ശേഷം മൂസിൻ പാരാരി സംവിധാന കുപ്പായമണിയുന്നു. ടൊവിനോ തോമസാണ് നായകൻ. ചിത്രം രസകരമായ പേരിലാണ് എത്തുന്നത്. സംവിധായകൻ, തിരക്കഥാകൃത്ത്, നിർമ്മാതാവ്, ഗാനരചയിതാവ് എന്നിങ്ങനെ സിനിമയുടെ വിവിധ മേഖലകളിൽ സജീവമായി നിൽക്കുന്ന കലാകാരനാണ് മൂസിൻ പാരാരി. എന്നാൽ കരിയറിൽ ഒരു സിനിമയെ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ളൂ. ഉണ്ണിമുന്തൻ നായകനായ KL10 10 ആയിരുന്നു ആ ചിത്രം. ഇപ്പോഴിതാ നീണ്ട 10 വർഷങ്ങൾക്ക് ശേഷം കരിയറിലെ രണ്ടാമത്തെ സംവിധാന സംരംഭവുമായി എത്താനൊരുങ്ങുകയാണ് മൂസിൻ. ചിത്രത്തിന്റെ പേര് തന്തവൈബ് ഹൈബ്രിഡ് എന്നാണ്. നിങ്ങളുടെ ഉള്ളിലെ കുട്ടിക്ക് എത്ര വയസ്സായി എന്നാണ് ചിത്രത്തിന്റെ ടാഗ് ലൈൻ. ടൊവിനോ തോമസ് ഉള്ള കൗതുകകരമായ പോസ്റ്ററിനൊപ്പമാണ് ചിത്രത്തിന്റെ ടൈറ്റിൽ അനൗൺസ്മെന്റ്. ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആഷിഖ് ഉസ്മാൻ തന്നെയാണ് ചിത്രം നിർമ്മിക്കുന്നത്. എമ്പുരാനെ കുറിച്ച് ചിത്രത്തിന്റെ തിരക്കഥാകൃത്തായ മുരളി ഗോപിയുടെ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത്. എമ്പുരാൻ എന്ന ചിത്രം ലൂസിഫറിന്റെ സീക്വൽ അല്ലെന്നും ലൂസിഫർ ഫ്രാഞ്ചൈസിയിലെ ഒരു സ്റ്റാൻഡ് അലോൺ ചിത്രമാണ് എമ്പുരാൻ എന്നും ആ രീതിയിലാണ് ചിത്രം എടുത്തിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് വെച്ച് നടക്കുന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിൽ സംസാരിക്കുകയായിരുന്നു മുരളി ഗോപി. ആന്റണി പെരുമ്പാവൂരിന്റെ ഉടമസ്ഥതയിലുള്ള ആശീർവാദ് സിനിമാസ് നിർമ്മാണ കമ്പനി 25 വർഷം പൂർത്തിയാകുന്ന സാഹചര്യത്തിൽ വലിയ ആഘോഷങ്ങളാണ് സംഘടിപ്പിക്കുന്നത്. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നരൻ സിനിമ റിലീസ് ചെയ്യുന്നതിന്റെ ആവേശത്തിലാണ് മോഹൻലാൽ ആരാധകർ. ജനുവരി 26-ന് കേരളത്തിലെ വിവിധ തിയേറ്ററുകളിൽ രാവിലെ 7 മണിക്കാണ് നരൻ സിനിമയുടെ പ്രത്യേക ഷോ നടക്കുക. മികച്ച പ്രതികരണമാണ് നരൻ റിലീസിന് പ്രേക്ഷകരുടെ ഇടയിൽ നിന്നും ലഭിക്കുന്നത്. ഇന്ത്യൻ സിനിമാ മേഖലയിൽ ഇന്ന് ഏറ്റവും ആഘോഷിക്കപ്പെടുന്ന സംവിധായകനാണ് എസ് രാജമൗലി. അദ്ദേഹത്തിന്റെ അടുത്ത ചിത്രങ്ങൾക്കായി അത്രയധികം ആവേശത്തോടെയാണ് സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്നത്. നിലവിൽ മഹേഷ് ബാബുമൊത്തുള്ള ചിത്രത്തിന്റെ പണിപ്പുരയിലാണ് രാജമൗലി. സിനിമയുമായി ബന്ധപ്പെട്ട ചെറിയ അപ്ഡേറ്റുകൾ രാജമൗലി തന്റെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പുറത്തുവിടാറുണ്ട്. അത്തരത്തിലുള്ള രാജമൗലിയുടെ ഒരു പോസ്റ്റാണ് ഇപ്പോൾ വൈറലാകുന്നത്. സിംഹത്തെ കൂട്ടിലാക്കിയ തരത്തിലുള്ള ഒരു പ്രതീകാത്മക വീഡിയോയാണ് രാജമൗലി തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പങ്കുവച്ചിരിക്കുന്നത്. ടാൻസാനിയയിലെ ഒരു ദേശീയോദ്യാനത്തിലെ രാജാവ് എന്ന് അറിയപ്പെട്ടിരുന്ന ബോബ് ജൂനിയർ എന്ന സിംഹത്തിന്റെ ചിത്രമാണിത്. ഈ ചിത്രത്തിന്റെ ആദ്യത്തെ അപ്ഡേറ്റ് പോസ്റ്റിലും ബോബ് സിംഹത്തിന്റെ ചിത്രം തന്നെയായിരുന്നു രാജമൗലി ഉപയോഗിച്ചിരുന്നത്. പോസ്റ്റിന് മറുപടിയായി തന്റെ സൂപ്പർ ഹിറ്റ് ചിത്രം പോക്കിരിയിലെ ഡയലോഗാണ് മഹേഷ് ബാബു ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു തവണ തീരുമാനിച്ചാൽ പിന്നെ ഞാൻ വിചാരിച്ചാൽ പോലും ആ തീരുമാനം മാറ്റാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. അതേസമയം ഒടുവിൽ അത് സംഭവിക്കുന്നു എന്ന തരത്തിലുള്ള കമന്റാണ് പ്രിയങ്ക ചോപ്ര പങ്കുവച്ചിരിക്കുന്നത്. 2 ഭാഗങ്ങളായി എത്തുന്ന ചിത്രത്തിൽ പൃഥ്വിരാജാണ് വില്ലനായി എത്തുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്. 2028-ലായിരിക്കും ചിത്രം റിലീസിനെത്തുക. കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.